സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോമിക് പാരഡൈസ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയുടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ വാട്ട് സീസൺ 2 എപ്പിസോഡ് 2 പറ്റിയിട്ട് തന്നെയാണ്. അപ്പോൾ എപ്പിസോഡ് 1 വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ല രീതിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എപ്പിസോഡ് 2 നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒട്ടും തന്നെ സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകും. അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതൊരു വീഡിയോ ഒന്ന് ലൈക്കും ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എപ്പിസോഡ് 2 നമുക്ക് കാണാൻ പറ്റുന്ന സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ യോണ്ടു ആണെങ്കിൽ നമ്മുടെ ഈ നമ്മുടെ ഈ സ്റ്റാർ ലോഡ് അഥവാ നമ്മുടെ പീറ്റർ കിൽ എന്ന് പറയുന്ന ഈ ഒരു കൊച്ചിനെ, അതായത് ആ ഒരു കിഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു സമയത്തെ ഈ ആ ഒരു സ്പേസ് ഷിപ്പിൽ കയറ്റിക്കൊണ്ട് വിളിച്ചുകൊണ്ട് പോകുന്നുള്ള ഒരു കാര്യം നമുക്ക് ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി ഫസ്റ്റ് മൂവി കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണെങ്കിൽ ഈഗോയ്ക്ക് കൈമാറാതെയായിരുന്നു നമ്മുടെ യോണ്ടു നമ്മുടെ സ്റ്റാർ ലോഡിനെ വളർത്തിക്കൊണ്ട് വന്നത്. അതായിരുന്നു നമുക്ക് യഥാർത്ഥത്തിൽ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി മൂവിയിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ അതേസമയം ഈ ഒരു യൂണിവേഴ്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ യോണ്ടു എന്ന് പറയുന്ന ക്യാരക്ടർ ആണെങ്കിൽ സ്റ്റാർ ലോഡിനെ ആ ഒരു എർത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നതിന് ശേഷം അടുത്ത നിമിഷം തന്നെ നമ്മുടെ ഈഗോയ്ക്ക് കൊടുക്കുന്നതായിട്ട്, അഥവാ നമ്മുടെ സ്റ്റാർ ലോഡിൻ്റെ റിയൽ ഫാദർ ആയിട്ടുള്ള ഈഗോ ദി ലിവിങ് പ്ലാന്റിന് കൊടുക്കുന്നതായിട്ട് നമുക്ക് ഈ ഒരു യൂണിവേഴ്സിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മുടെ സ്റ്റാർ ലോഡാണെങ്കിൽ ഈഗോയുടെ ആ ഒരു ഷിപ്പിൽ കയറി എർത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റാർ ലോഡാണെങ്കിൽ വന്നിട്ടുള്ള ആ ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അവഞ്ചേഴ്സ് ഫസ്റ്റ് ടൈം അസംബിൾ ആയിട്ടുള്ള ആ ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ ഈ സ്റ്റാർ ലോഡ് ഇപ്പോൾ ആ ഒരു സ്പേസ് ഷിപ്പിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ പീറ്റർ ക്വില്ലാണെങ്കിൽ ഇപ്പോൾ എർത്തിലുണ്ട്, പക്ഷേ അതേസമയം നമ്മുടെ പീറ്റർ ക്വില്ലിൻ്റെ ദേഹത്താണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈഗോയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വാച്ചർ അവിടെ പറയുകയാണ്, ആ ഒരു എക്സ്പാൻഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈഗോ ഇപ്പോൾ സ്റ്റാർ ലോഡിനെ പറഞ്ഞു വിട്ടിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മുടെ വാച്ചർ നറേറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു സമയത്ത്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർ ലോഡാണെങ്കിൽ അവിടെയുള്ള പോലീസുകാരെ എല്ലാവരും തന്നെ ആക്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്ന ഹോവർഡ് സ്റ്റാർക്കിനെ അതുപോലെ തന്നെ പെഗ്ഗി കാർട്ടറിനെയാണ്. അവർ രണ്ടൊരു ഷീൽഡിൻ്റെ മെമ്പേഴ്സാണ്. അപ്പോൾ അവർ രണ്ടുപേരും ആണെങ്കിൽ അവിടെ പീറ്റർ ക്വില്ലിനെയാണ് അവിടെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം പെഗ്ഗി കാർട്ടർ അവിടെ പറയുകയാണ്, നമുക്ക് ഇവിടെ ഒരു ടീമിനെ തന്നെ റിക്രൂട്ട് ചെയ്തേ മതിയാവും എന്ന് പറയുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു മാപ്പ് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു മാപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ മനസ്സിലാവും ഏതൊക്കെ സൂപ്പർ ഹീറോസ് ആണ് അവിടെ അസംബിൾ ആവാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 3 ഡോട്ടാണെങ്കിൽ നമുക്ക് അമേരിക്കയ്ക്കകത്തും അതുപോലെ തന്നെ ഒരെണ്ണം ആഫ്രിക്കയിലും ഒരെണ്ണം റഷ്യയിലും കാണാൻ സാധിക്കും. അതിൽ ആഫ്രിക്കയുള്ള നമ്മുടെ ബ്ലാക്ക് പാന്തർ, അതുപോലെ തന്നെ റഷ്യയിലുള്ളത് നമ്മുടെ വിൻ്റർ സോൾജിയറാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ വിൻ്റർ സോൾജിയർ ആണെങ്കിൽ ആ ഒരു ബക്കിയുടെ വിൻ്റർ സോൾജിയർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഹൈഡ്ര ആണെങ്കിൽ ആ ഒരു ബക്കിയുടെ മൈൻഡും കാര്യങ്ങളൊക്കെ കൺട്രോൾ വെച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെയാണ്. അതിനുശേഷം നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഹാങ് പിമ്മിനെയാണ്. അവിടെ ഹാങ് പിം ആണെങ്കിൽ നമ്മുടെ ഹോപ്പിനാണെങ്കിൽ അവിടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയം തന്നെ ഹാങ് പിമ്മിനാണെങ്കിൽ ഹോവർഡ് സ്റ്റാർക്കിൻ്റെ ഫോൺ കോൾ വരികയാണ്. അപ്പോൾ ആ ഒരു സീൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അതായത് നമ്മുടെ ഹാങ് പിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ഹോവർഡ് സ്റ്റാർക്കും തമ്മിൽ അത്ര ചേരത്തില്ല എന്നുള്ളൊരു കാര്യം. കാരണം നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് നേരത്തെ തന്നെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. ആൻറ്റിമാൻ മൂവിയിൽ അതുപോലെ തന്നെ സിവിൽ വാർ മൂവിയിലൊക്കെ നേരത്തെ തന്നെ അറിയാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതേ സെയിം കാര്യം തന്നെയാണ് നമ്മുടെ ഹോവർഡ് സ്റ്റാർക്ക് ആദ്യമേ ഹാങ് പിമ്മിനെ വിളിക്കുമ്പോൾ ഹാങ് പിം ആണെങ്കിൽ അപ്പം തന്നെ ഫോണാണെങ്കിൽ കട്ട് ചെയ്ത് കളയുന്നുമുണ്ട്. അപ്പോൾ അതേസമയം നമ്മുടെ ഹാങ് പിം ആണെങ്കിൽ ഒന്നുകൂടി വിളിച്ചിട്ട് നമ്മുടെ ഹോവർഡ് സ്റ്റാർക്ക് ഒന്നുകൂടി ഹാങ് പിമ്മിനെ വിളിച്ചിട്ട് പറയുകയാണ് ടി വി വെച്ച് നോക്കാൻ. അതിനുശേഷം നമ്മുടെ ടി വിയിലെ ന്യൂസ് കണ്ടതിന് ശേഷം നമ്മുടെ ഹാങ് പിം ആണെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നുമുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ കിങ് തിച്ചാക്കേനെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നമ്മുടെ തച്ചാലയുടെ ഫാദർ ആയിട്ടുള്ള കിങ് തച്ചാക്ക തന്നെയാണ്. അപ്പോൾ ആ ഒരു കിങ് തച്ചാക്കയുടെ ബ്ലാക്ക് പാന്തറുടെ കോസ്റ്റ്യൂം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ 2018 കാണാൻ സാധിച്ചിട്ടുള്ള ആ ഒരു ബ്ലാക്ക് പാന്തർ മൂവിക്കകത്ത് ആ ഒരു സെയിം കോസ്റ്റ്യൂം തന്നെയാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ക്യാരക്ടർ അവിടെ ഉള്ളത് ഗൊലായത്താണ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിൻ്റെ മറ്റൊരു പേരാണ് ബിൽ ഫോസ്റ്റർ. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിനെ നമുക്ക് ആൻഡ്മാൻ ആൻഡ് ദ വാസ്പ് എന്ന് പറയുന്ന മൂവിക്കകത്ത് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം അങ്ങോട്ട് വരികയാണ് നമ്മുടെ വിൻ്റർ സോൾജിയർ അഥവാ നമ്മുടെ ബക്കി. അപ്പോൾ അവിടെ നമ്മുടെ പെഗ്ഗി കാർട്ടർ ചെറുതായിട്ട് പേടിച്ചിട്ടുണ്ട്. അതായത് ഹൈഡ്ര ഇപ്പോഴും ആ ഒരു ബ്രെയിൻ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സെയിം ബക്കി തന്നെയാണോ എന്ന് എന്ന് ഓർത്തുകൊണ്ട്, അത് അവൻ തന്നെയാണോ ഇതെന്ന് ഓർത്തുകൊണ്ട് ചെറുതായിട്ട് പേടിച്ചിരിക്കുകയാണ്. അതേസമയം ഹോവർഡ് സ്റ്റാർക്ക് പറയുകയാണ്, ഇവൻ ജസ്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം വന്നതാണ്, ഇവനായിട്ട് അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഒരു ടീമിൻ്റെ മറ്റൊരു മെമ്പറാണ്, അതായത് നമ്മുടെ ഡോക്ടർ വെൻഡി ലോസൺ എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിനെ നമുക്ക് ആ ഒരു ക്യാപ്റ്റൻ മാർവൽ മൂവിക്കകത്തും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡോക്ടർ വെൻഡി ലോസൺ ആണെങ്കിൽ അവിടെ ആ ഒരു ടെസ്റാക്ട് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ആ ഒരു വെൻഡി ലോസൻ്റെ ക്രാഫ്റ്റ് ആണെങ്കിൽ ടെസ്റാക്ട് കൊണ്ടാണ് പവർ അപ്പ് ആവുന്നത് എന്നുള്ള ഒരു കാര്യം. അപ്പോൾ ഈ ഒരു സെയിം സംഭവം തന്നെ നമുക്ക് 2019 ഇറങ്ങിയിട്ടുള്ള ക്യാപ്റ്റൻ മാർവൽ മൂവിയിലും കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം അവരെല്ലാവരും കൂടെ പീറ്റർ ക്വില്ലിനെ പിടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനുശേഷം അവിടെ വന്നിട്ടുള്ള ആ ഒരു അവഞ്ചേഴ്സിൻ്റെ മെമ്പേഴ്സ് എല്ലാവരും തന്നെ വന്ന് നമ്മുടെ പീറ്റർ ക്വില്ലിനെതിരെ നിന്ന് ഫൈറ്റ് ചെയ്യാണ് പീറ്റർ ക്വില്ലിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അവർക്ക് എത്ര നോക്കിയിട്ട് പറ്റുന്നില്ല. അതിനുശേഷം അവിടേക്കാണ് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തോർ ഓഡിയൻസാണ് അങ്ങോട്ടേക്ക് വരികയാണ്. അതിനുശേഷം അവരെങ്ങനെയാണ്ടൊക്കെ ഒടുവിൽ നമ്മുടെ പീറ്റർ ക്വില്ലിനെ ക്യാപ്ചർ ചെയ്യുകയാണ്.
അപ്പോൾ അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ പീറ്റർ കില്ലിനെ ആണെങ്കിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സംഭവത്തിനകത്ത് ഇങ്ങനെ അടച്ചിട്ടേക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, ഒരു സെല്ല് പോലത്തുള്ള സ്ഥലത്തിൽ. അപ്പോൾ നമ്മളിത് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അപ്പോൾ 2012 വന്നിട്ടുള്ള അവഞ്ചേഴ്സിൻ്റെ ഫസ്റ്റ് മൂവിക്കകത്ത് നമ്മുടെ ലോക്കീനെ ഈ ഒരു സെയിം പ്രിസം പോലത്തുള്ള സംഭവത്തിൻ്റെ അകത്താണ് അടച്ചിടുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിനുശേഷം തോറാണെങ്കിൽ അവഞ്ചേഴ്സിൻ്റെ മെമ്പേഴ്സിന് എല്ലാവർക്കും ആ ഒരു ഈഗോയുടെ പ്ലാനും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ആ ഒരു സീഡ്ലിങ്ങിൻ്റെ കാര്യം അതാണെങ്കിൽ മിസോറിയിൽ കണ്ടെത്തിയിട്ടുള്ള സംഭവമാണ്. ഈ ഒരു സംഭവം നമുക്ക് ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി വോളിയം 2 അകത്ത് ഈ സെയിം സീഡ്ലിംഗ് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തോർ പറയുകയാണ് ഈ ഒരു സീഡ്ലിംഗ് പീറ്റർ കില്ലിൻ്റെ കയ്യിലോ അഥവാ ഈഗോയുടെ കയ്യിലോ കിട്ടിക്കഴിഞ്ഞാൽ അവർ എർത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ആക്കും എന്നുള്ളൊരു കാര്യം പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മുടെ അവഞ്ചേഴ്സിനൊക്കെ മനസ്സിലായിട്ടുണ്ട് പീറ്റർ കില്ലല്ല ഇതിൻ്റെ പുറകിലുള്ളതിൻ്റെ കാരണം ഈഗോ ആണ് എന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഹാങ് പിമ്മിൻ്റെ മോളായിട്ടുള്ള ഹോപ്പിനെയാണ്. അപ്പോൾ ഹോപ്പാണെങ്കിൽ പാട്ടൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടിക്കൊണ്ട് ആ ഒരു ആൾക്കാരൊക്കെ ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്ന സെല്ലിൻ്റെ അതിലെ കൂടെ നടക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയം നമ്മുടെ ഹോപ്പാണെങ്കിൽ പീറ്റർ കില്ലിനെ കാണുകയാണ്. അപ്പോൾ പീറ്റർ കില്ലാണെങ്കിൽ അവിടെ നമ്മുടെ ഹോപ്പിനോട് പറയുകയാണ്, ഞാനാണെങ്കിൽ ഒരു കൊച്ചു പയ്യനാണ്, എനിക്ക് എൻ്റെ വീട്ടിൽ മാത്രം പോയാൽ മതി, ഞാൻ ഒരു തരത്തിലുള്ള തെറ്റും ചെയ്തിട്ടില്ല, എൻ്റെ അച്ഛനാണ് എന്നെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമൊക്കെ ഹോപ്പിനോട് പീറ്റർ കില്ല് പറയുകയാണ്. അപ്പോൾ അതിനുശേഷം ഹോപ്പാണെങ്കിൽ ഇതൊക്കെ കേട്ടതിന് ശേഷം നമ്മുടെ ആ ഒരു ഹാങ് പിമ്മിൻ്റെ പിം പാർട്ടുകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ പീറ്റർ കില്ലിനെ ആ ഒരു സെല്ലിൽ നിന്ന് പുറത്തിറക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഈഗോയാണ് കാണിക്കുന്നത്. അവിടെ ഈഗോയ്ക്ക് മനസ്സിലായിട്ടുണ്ട്, അതായത് പീറ്റർ കില്ല് ഇപ്പം ആ എർത്തിൽ ഒരാളായി മാറിയിട്ടുണ്ട്, ഇനിയിപ്പോൾ അവൻ തുടങ്ങി വെച്ച കാര്യം ഞാൻ തന്നെ ഫിനിഷ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഈഗോ എർത്തിലേക്ക് വരികയാണ്. അപ്പോൾ അതേസമയം ഈഗോയെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് അവിടെ ഉള്ളത് ഗൊലായത്ത്, അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് പാന്തർ, അതുപോലെ തന്നെ നമ്മുടെ തോറും പിന്നെ നമ്മുടെ പെഗി കാർട്ടറും ഉണ്ട്. പക്ഷെ അവിടെ വെച്ചാണെങ്കിൽ നമ്മുടെ ഈ തോറിനും അതുപോലെ തന്നെ ഗൊലായത്തിനും പിന്നീട് നമ്മുടെ ബ്ലാക്ക് പാന്തറിനും ആണെങ്കിൽ നമ്മുടെ ഈഗോയെ തടയാനായിട്ട് സാധിക്കുന്നില്ല. ഈഗോ ആണെങ്കിൽ അവരെ 3 പേരെ ഓവർ പവർ ചെയ്ത് നിൽക്കുകയാണ്. അതായത് ഈഗോ ആണെങ്കിൽ ഈഗോയുടെ കുറേ ക്ലോൺസ് ഉണ്ടാക്കി അവരെ എതിരെയായിട്ട് ആക്രമിക്കുകയാണ്. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ പീറ്റർ കില്ലാണെങ്കിൽ പീറ്റർ കില്ലിൻ്റെ അമ്മയുടെ ആ ഒരു ഗ്രേവ് യാർഡിൽ വന്നിരിക്കുന്നതായിട്ടാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ഹാങ് പിമ്മിൻ്റെ ആൻറ്റിമ വന്നതിന് ശേഷം പറയുകയാണ്, എനിക്കും എൻ്റെ ഭാര്യയില്ല, എൻ്റെ ഭാര്യ ഇതേപോലെ പോയി, എൻ്റെ മോള് നിന്നെ പോലെയാണ്, ഞാൻ നിന്നെ എൻ്റെ മോനെ പോലെയാണ് കാണുന്നത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മുടെ പീറ്റർ കില്ലിനോട് പറയുകയാണ്. അപ്പോൾ ആ ഒരു സമയം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബക്കി ആണെങ്കിൽ നമ്മുടെ പീറ്റർ കില്ലിനെ ഇങ്ങനെ എയിം ചെയ്ത് വെടിവെക്കാനായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ബക്കിയുടെ തലയിലാണെങ്കിൽ ഒരു സൗണ്ട് ഇങ്ങനെ പറയുകയാണ്, അവന് അവൻ്റെ ടാർഗറ്റിലാണ് അവൻ ഇപ്പോൾ ഉള്ളത്, കൊല്ലാൻ പറയുകയാണ്. അതേസമയം ഹൗവർഡ് സ്റ്റാർക്ക് ആണെങ്കിൽ നമ്മുടെ ബക്കിയെടുത്ത് പറയുകയാണ്, സ്റ്റീവ് റോജേഴ്സ് നിന്നിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു, നീ ആ കൊച്ചിനെ ഒന്നും ചെയ്യരുത്, അതിന് ഞങ്ങൾ രക്ഷിച്ചോളാം എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതിനുശേഷം ഫൈനലി നമ്മുടെ ഹാങ് പിം ആണെങ്കിൽ നമ്മുടെ പീറ്റർ കില്ലിനെ പറഞ്ഞ് മനസ്സിലാക്കുകയും അതിനുശേഷം പീറ്റർ കില്ലിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഹാങ് പിം ആണെങ്കിൽ നമ്മുടെ പീറ്റർ കില്ലിനെ ഈഗോയുടെ അടുത്തേക്ക് കൊണ്ടുപോയാണ്. അപ്പോൾ ഈഗോ അവിടെ നമ്മുടെ പീറ്റർ കില്ലിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിൻ്റെ മൈൻഡ് ആണെങ്കിൽ ഇപ്പോൾ കറപ്റ്റഡ് ആയിട്ടുണ്ട്, നിൻ്റെ മൈൻഡ് ചേഞ്ചായി, നീ ആഫ്റ്റർ ഓൾ നീ ഒരു ഹ്യൂമൻ തന്നെയാണ് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പീറ്റർ കില്ലിനോട് പറയുകയാണ്. അതിനുശേഷം നമുക്ക് അവിടെ ആ ഒരു റിവീൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ആ ഒരു ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി വോളിയം 2 അകത്ത് നമ്മുടെ ഈഗോ റിവീൽ ചെയ്യുന്നുണ്ട്. അതായത് ഈഗോ തന്നെയാണ് നമ്മുടെ പീറ്റർ കില്ലിൻ്റെ അമ്മയെ കൊന്നത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ അതേ സെയിം റിവീൽ തന്നെ ഇവിടെ പീറ്റർ കില്ലിനോട് നമ്മുടെ ഈഗോ പറയുകയാണ്. അപ്പോൾ ഈ കാര്യം അറിഞ്ഞ് പീറ്റർ കില്ലാണെങ്കിൽ നല്ല രീതിക്ക് ദേഷ്യം വരിക. അതിനുശേഷം പീറ്റർ കില്ലും അതുപോലെ തന്നെ നമ്മുടെ ഈഗോയും തമ്മിലുള്ള ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ആവുകയാണ്. ഫൈറ്റിൻ്റെ എൻഡിങ്ങിലാണെങ്കിൽ പീറ്റർ കില്ല് ഈഗോയെ ഡിഫീറ്റും ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് അതല്ല, ഇത് എത്ര പെട്ടെന്ന് ഈ ഈഗോയെ കൊല്ലാൻ സാധിച്ചു, നമ്മുടെ പീറ്റർ കില്ലിന് ഇത്ര പെട്ടെന്ന് എങ്ങനെ കൊല്ലാൻ സാധിച്ചു എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് കറക്റ്റായിട്ട് അറിയാത്ത. അപ്പോൾ അതിന് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ തരും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ പീറ്റർ കില്ല് ഹാങ് പിമ്മിൻ്റെ കൂടെ അവരുടെ ഒരു ഫാമിലിയിലെ മെമ്പറായിട്ട് ജോയിൻ ചെയ്യുകയാണ്. അതിനുശേഷം ആ ഒരു ബാറ്റിലും കാര്യങ്ങളൊക്കെ ജയിച്ചതിൻ്റെ ഒരു പാർട്ടിയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടെ ആണെങ്കിൽ എല്ലാവരും ബിയർ കുടിക്കുകയാണ്. അപ്പോൾ അതേസമയം നമ്മുടെ കിങ് ടച്ചാക്കി ആണെങ്കിൽ ചോദിക്കുകയാണ്, ഇത് എന്താണ് സംഭവം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ് അത് ബിയർ ആണ് എന്ന് പറയുകയാണ്. അതേസമയം തോറാണെങ്കിൽ കുടിച്ചിട്ടില്ല, തറയെ ബോട്ടിലെറിഞ്ഞ് കുടിച്ചിട്ട് അനദർ എന്ന് പറയുകയാണ്. അപ്പോൾ ഇതേ സെയിം സംഭവം തന്നെ നമുക്ക് ആ ഒരു തോറിൻ്റെ ഫസ്റ്റ് മൂവിക്കകത്ത് തോർ ഒരു ഗ്ലാസ് ഇങ്ങനെ തറയിട്ട് പൊട്ടിച്ചിട്ട് അനദർ എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ ലോക്കി ആണെങ്കിൽ ലോക്കി സീരീസിൻ്റെ സീസൺ 1 ആ ഒരു ട്രെയിനിൽ ഇങ്ങനെ ഇരുന്ന് പോകുമ്പോൾ ആ ഒരു ആൽക്കഹോൾ പോലത്തുള്ള സംഭവം ഡ്രിങ്ക്സ് കുടിച്ചിട്ട് ഗ്ലാസ് തറയിട്ട് പൊട്ടിച്ചിട്ട് അനദർ എന്ന് പറയുന്ന പോലെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു ആസ്ഗാർഡിയൻ ഒരു സ്പെഷ്യൽ സംഭവം, ആസ്ഗാർഡിലുള്ള ഒരു സ്പെഷ്യൽ സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഗോസ് എന്ന് പറഞ്ഞ ആ ഒരു പൂച്ചേനെയും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പൂച്ച നമുക്ക് ക്യാപ്റ്റൻ മാർവൽ മൂവിക്കകത്ത് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ മാർവൽ 2 മൂവി ആയിട്ടുള്ള ദ മാർവൽസ് മൂവിയിലും കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം തോർ പറയുകയാണ്, ഈ ട്രീറ്റൊക്കെ തന്നതിന് താങ്ക്സ്, എനിക്കിനി തിരിച്ചു പോകണമെന്ന് പറയുകയാണ്. അതിനുശേഷം നമുക്ക് പയ്യാണെങ്കിൽ ആ അവഞ്ചേഴ്സിൻ്റെ ഒഫീഷ്യൽ തീം സോങ് കേൾക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു അവഞ്ചേഴ്സിൻ്റെ മെമ്പേഴ്സൊക്കെ ഇങ്ങനെ സ്ലോ മോഷനിൽ നടന്നു വരുന്നതായിട്ടാണ് ഈ ഒരു എപ്പിസോഡ് എൻഡ് ആവുന്നത്. അപ്പോൾ ഈ ഒരു അവഞ്ചേഴ്സിൻ്റെ ടീമിനെ നമുക്കിനി ഫ്യൂച്ചറിൽ എവിടെയെങ്കിലും കാണാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും കാണണമെന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം
അത്യാവശ്യം നല്ല രീതിയിലായിട്ടുള്ള ഒരു സ്റ്റോറി ബിൽഡ് ചെയ്ത് വന്നിട്ടൊരു ഫസ്റ്റ് ടൈമാണ് ആ ഒരു യൂണിവേഴ്സിലെ അവഞ്ചേഴ്സ് ടീം റിക്രൂട്ട് ആവുന്നത്, ഫോം ആവുന്നത്. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ലൊരു അവഞ്ചേഴ്സിൻ്റെ ടീം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഫ്യൂച്ചറിൽ കാണണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ ഈ ഒരു അവഞ്ചേഴ്സ് ടീമിനെ പറ്റിയുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഈ ഒരു എപ്പിസോഡിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ ചാനൽ മറക്കാതെ ചാനൽ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.